ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോഴത്തെ കാലത്താണ് ഏകദേശം ഒരു 5:30-5:45 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. നേരം വൈകിട്ട് എണീക്കേണ്ട ദിവസമാണ്, പക്ഷേ നേരത്തെ എണീറ്റു. ഇന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്കേണ്ട ദിവസമാണ് കേട്ടോ. അപ്പോൾ പിന്നെ നേരത്തെ എണീച്ചു. അപ്പോൾ ആദ്യം തന്നെ വേഗം അരിക്കുള്ള വെള്ളം വെക്കേണ്ട. ഈ അടപ്പ് കത്തിപ്പിടിക്കാൻ കുറച്ച് പണിയാണ്, ചോറ് വെന്ത് വരാനും പണിയാണ്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വേഗം അങ്ങോട്ട് വെച്ചു കേട്ടോ. പിന്നെ കുക്കറിൽ നമ്മുടെ ഉണക്കപ്പയർ വേവിക്കാൻ വെച്ചു കേട്ടോ. തലേദിവസം അത് കുതിർത്തി വെള്ളത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് വേവാൻ. അപ്പോൾ 2 വിസിൽ അടിച്ചാൽ തന്നെ നമ്മുടെ പയർ വെന്ത് കിട്ടും കേട്ടോ. തലേദിവസം ക്യാബേജൊക്കെ അരിഞ്ഞു വെച്ചു. പിറ്റേ ദിവസം എന്തെങ്കിലും പരിപാടികളുണ്ട് വെച്ചെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം തന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കും കേട്ടോ. അപ്പോൾ വേഗം വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ അരിഞ്ഞ് അത് കഴുകിയെടുത്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ക്യാബേജ് ഉപ്പേരി, അതുപോലെ ഉണക്കപ്പയറിൻ്റെ ഒരു ഉപ്പേരി, ചമ്മന്തി ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഒഴിച്ചുകറി ഉണ്ടാക്കണില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വരും. നമ്മൾ ഒഴിച്ചുകറി ആണ് കൊടുക്കുന്നത് വെച്ചെങ്കിൽ പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ടല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഡപ്പൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒഴിച്ചു കയറിയില്ല. അപ്പോൾ ഞാൻ ക്യാബേജ് ഉപ്പേരും ഇത്തരം സാധനങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ നമ്മുടെ പൊതിച്ചോറ് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ അതേ ഉറക്കച്ചടവ് മാറാനായിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സന്തോഷത്തോടുകൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു മടുപ്പ് ഉണ്ടാവില്ല കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം എനിക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും അത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയണത് കേൾക്കാനും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇത് പിന്നെ പൊതിച്ചോറ് കൊടുക്കുമ്പോൾ അങ്ങനെ അഭിപ്രായമൊന്നും വരില്ല. എന്നാലും എല്ലാതും ടേസ്റ്റൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ചമ്മന്തി വേണമല്ലോ, പൊതിച്ചോറിന് മെയിനായിട്ട് ചമ്മന്തി വേണം. അപ്പോൾ ഞാൻ ഉണക്കമുളക് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ഒരു ചമ്മന്തി ആണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണമായ കാരണം രുചി കൂടും കേട്ടോ. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് നല്ല വിശന്നിരിക്കുന്ന സമയത്താവും ഈ പൊതിച്ചോറ് ഓരോരുത്തരുടെ കൈകളിൽ കിട്ടാട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ആ സമയത്ത് വിശന്നിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എത്ര ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചാലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നും. അപ്പോൾ അതേ ഞാൻ ഉണക്കപ്പയർ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളിയും മുളകും അതുപോലെ വെളുത്തുള്ളിയൊക്കെ കുത്തിയത് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു തരി എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ചോറ് കഴിക്കുമ്പോൾ എരിവ് വേണ്ടവർക്ക് അതുകൊണ്ട്. പിന്നെ നമ്മൾ പയർ വേവിച്ച വെള്ളമാണ് കേട്ടത്. എനിക്കിങ്ങനെ കുഴഞ്ഞിരിക്കണ പയറുപ്പേരി ഇഷ്ടമല്ല. അപ്പോൾ ഈ വെള്ളം ആദ്യം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് അതിൽ പയറിട്ടിട്ടാക്കിയാൽ പയർ നന്നായിട്ട് ഇങ്ങനെ മണിമണി പോലെ ഇരിക്കും. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ലാച്ചെങ്കിൽ ഇങ്ങനെ വെന്തുടഞ്ഞു പോവും. അപ്പോൾ അതൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതേ ചമ്മന്തി അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ മുളക് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും അതുപോലെ ഉള്ളി കുറച്ചധികം ചുവന്നുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് ചമ്മന്തി ഉണ്ടാക്കി എടുക്കുന്നത്. പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊതിച്ചോറിക്ക് മെയിനായിട്ട് വേണ്ട ഒരു സംഭവം മുട്ട പൊരിച്ചതാണ്. അത് ഞാനിവിടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട പൊരിച്ചതില്ലാണ്ട് പൊതിച്ചോറ് കണ്ട് കംപ്ലീറ്റ് ആവില്ല. നല്ലോണം സവോളയും അതുപോലെ പച്ചമുളകും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ആംപ്ലേറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് എല്ലാവർക്കും ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പാത്രം എടുത്തത് കേട്ടോ. ഇത് കറക്റ്റായിട്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. വേറെ പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓംപ്ലേറ്റൊക്കെ വേഗം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പൊതിച്ചോറ് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഓംപ്ലേറ്റ് എത്ര ഉണ്ട് അതിനനുസരിച്ചിട്ട് ഓരോ പൊതിച്ചോറും സെറ്റ് ചെയ്യാട്ട് ചെയ്യുക. അതിനിടയിൽ നമ്മൾ അമ്പൊക്കെ എനിക്ക് വന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കേബേജ് ഉപ്പേരി, ചമ്മന്തി, ഓംപ്ലേറ്റ്, പയറുപ്പേരി, പിന്നെ അച്ചാറുണ്ടായിരുന്നു, മുളകുപ്പിലിട്ടതുണ്ടായിരുന്നു. ഇത്ര ഐറ്റംസാണ് കേട്ടോ നമുക്കുണ്ടായിരുന്നത്. ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോഴും നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 90% വേവായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് സമയമായതുകൊണ്ട് വേഗം ഞാനത് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഇവിടെ അടുപ്പ് ഒന്ന് തീ പിടിച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വേഗം ചോറൊക്കെ ഊറ്റിയെടുത്തിട്ട് ഇനി പൊതിച്ചോറൊന്ന് പൊതിഞ്ഞെടുക്കണം കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ അത് പൊതിഞ്ഞെടുക്കൽ കുറച്ച് ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ചോറൊക്കെ വേഗം ഊറ്റിയെടുത്തിട്ട് അങ്ങനെ പൊതിച്ചോറ് പൊതിയേണ്ട പരിപാടിയാണ്. ഞാൻ എല്ലാതും ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി എല്ലാതും ഒരു വഴിക്ക് മാറ്റി വെച്ചിട്ട് പൊതിച്ചോറൊക്കെ വേഗം വേഗം സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. 9 മണിയാകുമ്പോൾ നമ്മുടെ ആൾക്കാർ വരും. നമ്മളവിടെ പൊതിഞ്ഞൊരു കവറിലാക്കി വെച്ച് കൊടുത്താൽ മതി, അവരെടുത്തുകൊണ്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇലയൊക്കെ അമ്മ വാട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ അതേ ചോറിട്ടു. ഒരുപാട് ചോറിട്ട് കൊടുക്കണില്ല കേട്ടോ. ഒരു 3 കോരി ചോറിട്ട് കൊടുക്കണുള്ളൂ. കാരണം ഒരുപാട് ചോറിട്ട് കൊടുത്താൽ അത് ചിലപ്പോൾ അത് വേസ്റ്റായിട്ട് പോകും. നമുക്ക് ഒരു തവണ കഴിച്ചാൽ വയറ് നിറയണം അത്ര ചോറുണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി വെച്ച് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പയറുപ്പേരി വെച്ച് കൊടുക്കുന്നുണ്ട്, ക്യാബേജ് ഉപ്പേരി വെച്ച് കൊടുക്കുന്നുണ്ട്,
ഒഴിച്ചുകറി ഞാൻ പറഞ്ഞല്ലോ, പ്ലാസ്റ്റിക് വേണ്ട വെച്ചിട്ടാണ് ഞാൻ ഒഴിച്ചുകറി ഒഴിവാക്കിയത് കേട്ടോ. പിന്നെ അതേ ഉപ്പിലിട്ട ഒരു മിളകും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ അച്ചാറും വെച്ച് കൊടുത്ത് ഓംലേറ്റും വെച്ച് കൊടുത്തിട്ട് പൊതിച്ചോറൊക്കെ നന്നായിട്ട് പൊതിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഞാനത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇത് ഒഴിവാക്കാറില്ല കേട്ടോ. അങ്ങനത്തെ പരിപാടി വരുമ്പോൾ മാക്സിമം പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ പൊതിച്ചോറ് പൊതിഞ്ഞ് കൊടുക്കാറുണ്ട്. ഞാൻ 6 പൊതി പൊതിച്ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളവിടെ വെച്ച് കൊടുത്താൽ മതി. ഓരോ വീട്ടിൽ നിന്ന് വന്ന് കളക്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ. അപ്പോൾ പൊതിച്ചോറൊക്കെ പൊതിഞ്ഞ് വെച്ചപ്പോൾ എനിക്കും അത് കഴിക്കാൻ ആഗ്രഹം തോന്നി. ഇപ്പോൾ ഒരു പൊതിച്ചോറ് ഞാൻ എനിക്കും വേണ്ടി പൊതിഞ്ഞ് വെച്ചു കേട്ടോ. അതങ്ങനെ പൊതിഞ്ഞ് വെച്ചിട്ട് ഉച്ചയാകുമ്പോൾ എടുത്ത് കഴിക്കാം എന്നുള്ളൊരിതിൽ പൊതിഞ്ഞ് വെച്ചു. അപ്പോൾ ഈ ഒരു പൊതിച്ചോറ് എനിക്ക് വേണ്ടി പൊതിഞ്ഞ് വെച്ചതാണ് കേട്ടോ. അങ്ങനെ പൊതിഞ്ഞെടുത്തപ്പോൾ എനിക്കും കഴിക്കാൻ ആഗ്രഹം തോന്നി. നേരത്തെ എണീറ്റതുകൊണ്ട് തന്നെ ഒരുവിധം പണികളൊക്കെ വേഗം തീർത്തു കേട്ടോ വീട്ടിലെ. സൺഡേ നേരത്തെ എണീക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും വരുമ്പോഴേ നേരത്തെ എണീക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നേരമൊക്കെ നേരം വൈകിട്ട് എണീക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസൊക്കെ എത്ര തന്നെ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.